ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുക എന്താണ്? ഭാരത് നേപ്പാൾ റോട്ടി ബേട്ടി കാ റിഷ്ത, അതായത് അത്രമേൽ ആഴത്തിലുള്ള തുറന്ന അതിർത്തികളുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സൗഹൃദത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലേക്ക് ചൈനയെയും ബ്രിട്ടനെയും വരെ വലിച്ചിഴച്ചിരിക്കുകയാണ് നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ബാലൻ ഷാ. ഇന്ത്യ നേപ്പാളിന്റെ ഭൂമി കയ്യേറി, നേപ്പാൾ ഇന്ത്യയുടെ ഭൂമിയും കയ്യേറി. അതുകൊണ്ട് മൂന്നാമതൊരു രാജ്യം വന്ന് ഇത് പരിഹരിക്കണം എന്നാണ് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്. എന്നാൽ നേപ്പാളിന്റെ ഈ നീക്കത്തിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ മറുപടി എന്താണെന്നോ? നോ തേർഡ് പാർട്ടി റൂൾ. ഞങ്ങൾ തമ്മിലുള്ള കാര്യം തീർക്കാൻ ഇവിടെ ആരുടെയും സഹായം വേണ്ടെന്ന് ഇന്ത്യ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് നേപ്പാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? ലിപുലേഖ് കാലാപാനി തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ ചരിത്രം എന്താണ്? പരിശോധിക്കാം. നമ്മൾ ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള റിലേഷന്റെ ബേസിക്സ് ഒന്ന് മനസ്സിലാക്കണം. 1950 ഇന്ത്യ നേപ്പാൾ ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് പാസ്പോർട്ടോ വിസയോ ഇല്ലാതെ അതിർത്തി കടക്കാം, ജോലി ചെയ്യാം, ഭൂമി വാങ്ങാം. ലക്ഷക്കണക്കിന് നേപ്പാളി പൗരന്മാരാണ് ഇന്ത്യൻ ആർമിയിലെ ഗോർഖ റെജിമെന്റിൽ ഉൾപ്പെടെ സേവനമനുഷ്ഠിക്കുന്നത്. മതപരമായും സാംസ്കാരികപരമായും നമ്മൾ ഒന്നാണ്. എങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഈ അതിർത്തികൾക്കിടയിൽ പലപ്പോഴും തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. ഇപ്പോഴത്തെ തർക്കത്തിന് കാരണം ഉത്തരാഖണ്ഡിലെ കാലാപാനി, ലിംപിയാധുര, ലിപുലേഖ് എന്നീ പ്രദേശങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഉത്തരാഖണ്ഡിന്റെ ഭാഗമാണ്, എന്നാൽ തങ്ങളുടെ ഭൂമിയാണ് എന്നാണ് നേപ്പാളിന്റെ വാദം. കോവിഡിന് ശേഷം നിർത്തിവെച്ചിരുന്ന കൈലാഷ് മാനസരോവർ യാത്രയ്ക്കായിട്ട് ലിപുലേഖ് പാസ് വഴിയുള്ള പാത ഇന്ത്യ പുനരാരംഭിച്ചതാണ് നേപ്പാളിനെ ഇപ്പോൾ ചൊടിപ്പിച്ചത്. നേപ്പാളിന്റെ അനുവാദമില്ലാതെ ഇന്ത്യ ഇവിടെ റോഡ് നിർമ്മിച്ചു എന്നാണ് അവരുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് പാർലമെന്റിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നേപ്പാൾ പ്രധാനമന്ത്രി ബാലൻ ഷാ വിവാദ പ്രസ്താവന നടത്തിയത്. ഇന്ത്യയും നേപ്പാളും പരസ്പരം ഭൂമി കയ്യേറിയിട്ടുണ്ട്, ഇതിൽ ബ്രിട്ടൻ ഇടപെടണം. കാരണം ഈ അതിർത്തി തർക്കത്തിന്റെ വേരുകൾ കിടക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ്. ഞങ്ങൾ ഇതിനോടകം തന്നെ ലണ്ടനിലും ബെയ്ജിങ്ങിലും ഇത് സംസാരിച്ചു കഴിഞ്ഞു. ഇതായിരുന്നു ബാലൻ ഷായുടെ വാക്കുകൾ. ബാലൻ ഷാ പറഞ്ഞതുപോലെ ഇതിനൊരു ചരിത്രമുണ്ട്. 1816 സുഗൌലി കരാർ, ട്രീറ്റി ഓഫ് സുഗൌലി പ്രകാരമാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി നിശ്ചയിക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാളിലെ രാജാവും തമ്മിലായിരുന്നു ഈ ഒരു കരാർ. ഇതനുസരിച്ച് മഹാകാളി നദിയുടെ കിഴക്കൻ ഭാഗം നേപ്പാളിന്റേതാണ്. പക്ഷെ പ്രശ്നം എന്താണ് എന്നറിയാമോ? ഈ നദിയുടെ ഉത്ഭവം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും രണ്ട് അഭിപ്രായമാണ്. നദിയുടെ ഒഴുക്ക് മാറിയതും കൃത്യമായ മാപ്പുകൾ ഇല്ലാത്തതുമാണ് ഇന്നത്തെ ഈ അതിർത്തി തർക്കത്തിന് പ്രധാന കാരണം. നേപ്പാൾ പ്രധാനമന്ത്രി ബ്രിട്ടനെ ഇതിലേക്ക് വിളിക്കുന്നതും അതുകൊണ്ടാണ്. കരാർ ഒപ്പിട്ടത് അവരാണല്ലോ. നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഈ തേർഡ് പാർട്ടി നിർദ്ദേശത്തെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി പറഞ്ഞു, അതിർത്തി പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കൂ. ഇതിൽ മൂന്നാമതൊരു രാജ്യത്തിന് യാതൊരു റോളുമില്ല. ഇന്ത്യയുടെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ ശക്തമായ ഒരു സുരക്ഷാ കാരണമുണ്ട്. അതാണ് ചൈനീസ് ഫാക്ടർ. ഈ തർക്ക പ്രദേശമായ ലിപുലേഖ് എന്ന് പറയുന്നത് ഇന്ത്യ, നേപ്പാൾ, ചൈന എന്നിവർ ഒന്നിക്കുന്ന ഒരു ട്രൈ ജംഗ്ഷൻ കൂടിയാണ്. തന്ത്രപ്രധാനമായ ഈ മേഖലയിലേക്ക് ചൈനയെ ഇടപെടുത്താൻ നേപ്പാൾ ശ്രമിക്കുന്നത് ഇന്ത്യക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നേപ്പാളിലെ പുതിയ റാഡിക്കൽ യുവതലമുറ രാഷ്ട്രീയക്കാർ ചൈനയോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നത് ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വിവാദമായതോടെ ഡാമേജ് കൺട്രോളുമായിട്ട് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ ഭൂമി കൈയേറിയതിനെ കുറിച്ചല്ല, മറിച്ച് അതിർത്തിയിലെ നോ മാൻസ് ലാൻഡിലെ താൽക്കാലിക കയ്യേറ്റങ്ങളെ കുറിച്ചാണെന്നാണ് അവരുടെ വിശദീകരണം. അതേസമയം രാഷ്ട്രീയമായി നേപ്പാളിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത്. നേപ്പാളിലെ പ്രമുഖ യുവ നേതാവായ റാബി ലാമിച്ചാനയുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി നേതാക്കൾ ഇപ്പോൾ ഇന്ത്യയിൽ 5 ദിവസത്തെ സന്ദർശനത്തിലാണ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേപ്പാൾ സന്ദർശനത്തിനായുള്ള ചർച്ചകളും അണിയറയിൽ പുരോഗമിക്കുകയാണ്. തർക്കങ്ങളുണ്ടെങ്കിലും ചർച്ചകളുടെ വാതിൽ ഇരു രാജ്യങ്ങളും അടച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേപ്പാൾ വെറും ഒരു അയൽരാജ്യമല്ല, തന്ത്രപ്രധാനമായ ഒരു സുരക്ഷാ കവചമാണ്. അതുകൊണ്ട് തന്നെ നേപ്പാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. പക്ഷേ അതിലേക്ക് ചൈനയെയോ യുകെയോ ഇടപെടുത്താൻ ഇന്ത്യ അനുവദിക്കില്ല. നേപ്പാൾ ഭരണകൂടം മനസ്സിലാക്കേണ്ടത് അയൽരാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കേണ്ടത് ഒരേ മേശപ്പുറത്തിരുന്ന് സംസാരിച്ചിട്ടാണ്, അല്ലാതെ മൂന്നാമതൊരാളെ വിളിച്ച് പഞ്ചായത്ത് കൂട്ടിയിട്ടല്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.